കാര്യം ഓട്ടമായിരുന്നു. കാര്യം ബാധ്യത സഹിക്കാൻ കഴിയാതെ പുള്ളിയുടെ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയപ്പോൾ പുള്ളി അവിടെ നിന്ന് കാര്യം ഓരോ ഇടപാടുകാർ വരുമ്പം സമയത്ത് പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ നാളെ എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് ഒളിച്ചോടി ദമാമിൽ പോയി. പുള്ളി ദമാമിലായിരുന്നു. ഇപ്പോഴും ദമാമിലാണ് പുള്ളി. എത്രത്തോളം ബാധ്യത അവിടെ ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല. ഇത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് സ്വന്തം മകന്റെ കയ്യാൽ ഇഞ്ചിഞ്ചായി കൊന്നു എന്ന് അറിഞ്ഞ് അവരെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാതെ മറ്റൊരു നാട്ടിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു പറയുന്ന വാക്കുകളാണിത്. ഒരുപക്ഷെ ആയിരിക്കാം തന്റെ സ്വപ്നതുല്യമായ ജോലി, തന്റെ സമ്പാദ്യമൊക്കെ തന്നെ കോവിഡിന് ശേഷം തകർന്ന തരിപ്പണമായിരിക്കാം. അതിന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ടാകാം. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെയും വന്നിരിക്കാം. അതെല്ലാം കാരണം ഒരു ഒളിച്ചോട്ടമായിരിക്കാം റഹീം എന്ന ആ വ്യക്തി നടത്തിയിട്ടുണ്ടാവുക. അതിന് പിന്നിൽ പലതരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. കള്ളപ്പണ ഇടപാട് നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല. കാരണം അദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ നിമിഷം പറയേണ്ടി വരും. കാരണം ഭാര്യയ്ക്ക് ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന ഭാര്യ, ഒപ്പം അതുപോലെ തന്നെ മൂത്ത മകനുണ്ട്, രണ്ടാമത്തെ മകനുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ചിലവുകൾ, അമ്മ 95 വയസ്സായ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കടം കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മകൻ അപ്രതീക്ഷിതമായി ഈ അമ്മയെയും അനുജനെയും കൊച്ചനുജനെയും ഒക്കെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വാർത്ത, അല്ലെങ്കിൽ കൊന്നു എന്ന വാർത്ത കേട്ട് അദ്ദേഹം നടുങ്ങിത്തെറിച്ചിരിക്കുന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ 2ാം ദിവസം പിന്നിടുമ്പോഴും എന്താണ് ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണം, എന്താണ് 23-കാരനെ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന ഒരു കൃത്യമായ വ്യക്തതയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ആശ്വാസകരമായ വാർത്ത, ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഗോകുലം മെഡിക്കൽ കോളേജിൽ അതിതീവ്രമായി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയിരുന്ന അർഫാന്റെയും അഫാന്റെയും ഉമ്മയുടെ നില ആശ്വാസകരമായി മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും രാവിലത്തെ ബുള്ളറ്റിൻ പുറത്തു വരുമ്പോഴാണ് പോലീസ് സംഘം ഇക്കാര്യം പറയുന്നത്. അതായത് ഗുരുതരമായ ആ ഒരു നില തരണം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത. പക്ഷെ അപ്പോഴും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, അതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. പക്ഷെ എന്താണ് തന്റെ വീട്ടിൽ നടന്നത് എന്ന് ഓർത്തെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു മരവിച്ച അവസ്ഥയിലൂടെ ആയിരിക്കണം ആ അമ്മ കടന്നു പോയിരിക്കുന്നത്. എന്താണ് തന്റെ മുന്നിലെ തന്റെ മകൻ ഒരു കാലനായി മാറി നിന്ന ആ ഒരു നിമിഷത്തെ വളരെ ഭയത്തോടു കൂടി മാത്രമേ ഇനി അമ്മയ്ക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അമ്മയെ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ച് തൽക്കാലം ബുദ്ധിമുട്ടിപ്പിക്കാൻ ഏതായാലും ഡോക്ടർമാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ, അമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന വാർത്ത വരട്ടെ, അല്ലെങ്കിൽ സുഖം പ്രാപിക്കുന്നു എന്ന വാർത്ത വരട്ടെ നമുക്ക് ആശംസിക്കാം. മറ്റൊന്ന്, ഏറ്റവും പുതുതായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ അഫാന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അഫാൻ വിവിധ തരത്തിലുള്ള മൊഴികളാണ് നൽകിക്കൊണ്ടിരുന്നത്. അതായത് തന്റെ പ്രണയിനിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, തന്നെ വിവാഹം നടത്താൻ അമ്മ സമ്മതിക്കുന്നില്ല. മറ്റൊന്ന്, വാപ്പയുടെ കടമാണ്, വാപ്പ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂട്ട ആത്മഹത്യക്ക് തയ്യാറാകാൻ പോവുകയായിരുന്നു. പക്ഷെ അമ്മ പാതി വഴിയിൽ അതിൽ നിന്ന് പിന്മാറുന്നു. അതിൽ നിന്നുള്ള വൈരാഗ്യം, കടം തീർക്കാനായി ഈ പണം തരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മാമന്മാർ അല്ലെങ്കിൽ ബന്ധുക്കൾ, അവരോടുള്ള വൈരാഗ്യം, ഇതങ്ങനെയൊക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു അഫാൻ ചെയ്തിരുന്നത്. എന്തായാലും കൃത്യമായ അഫാനിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്താൻ ഏതായാലും പോലീസ് ഇന്ന് തയ്യാറാവുകയാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നെഞ്ചുലയ്ക്കുന്ന ഒരു ഓഡിയോ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഈ റഹീം എന്ന വ്യക്തി, അതായത് ഈ അഫാന്റെ പിതാവ് റഹീം എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇളയ മകനും ഉണ്ടായ ഈ ഏറ്റവും മാരകമായിട്ടുള്ള ഈ ഒരു സംഭവ വികാസം അറിഞ്ഞ ആ ഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹത്തിന്റെ ഓഡിയോ പുറത്തു വരുന്നുണ്ട്. ഒന്ന് കണ്ണീരോടുകൂടിയല്ല നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഓഡിയോ കേൾക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഇളയ മകൻ മരിച്ചുപോയി എന്ന് ആരും പറഞ്ഞിരുന്നില്ല, അവനെ ഇങ്ങനെ കൊന്നുകളഞ്ഞു എന്ന് ആരും പറഞ്ഞിരുന്നില്ല, അവൻ ആശുപത്രിയിലാണെന്ന് മാത്രമാണ് താൻ അറിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുന്ന, അദ്ദേഹത്തിന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ അത് നമുക്ക് ഒരിക്കൽ പോലും കേൾക്കാൻ സാധിക്കുകയില്ല. എന്റെ ഉമ്മയുടെ മരണം പറഞ്ഞ ആദ്യം, ഓക്കെ, അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിന്ന് വിളിച്ച് പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്, അപ്പൊ ഇതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരുണ്ട്, അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസിനടുത്ത് കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യയുടെ അനിയത്തെ വിളിച്ചു. അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അറിയിട്ടില്ലായിരുന്നു. വൈഫ് സീരിയസ് ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഇതിലേക്ക് എത്തിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരങ്ങളും എനിക്കറിയത്തില്ല. ഈ അഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ എനിക്ക് തോന്നുന്നില്ല. അവൻ വിസിറ്റിംഗിന് ഞാൻ വന്ന വൈഫിന് മക്കളെ കൊണ്ടുവന്ന വിസിറ്റിംഗിന് വന്നു 6 മാസം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് അഫാൻ ആ രീതിയിൽ വല്ലതും അല്ലല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നം സന്തോഷമായിട്ട് ഒരു വന്ന് സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ ചെയ്തു അവർ പോവുകയും ചെയ്യും. ഈ അഫാനായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ എപ്പോഴെങ്കിലും ഞാനിപ്പോ ഒരാഴ്ച അവന് കഴക്കൂട്ടത്തിന്റെ ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വിളിച്ച് വോയിസ് ഇട്ട് സംസാരിച്ചായിരുന്നു. ഈ അഫാന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിട്ടുണ്ടോ? വിഷയങ്ങളും ഇല്ല, എല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യത തീർക്കാൻ നമ്മുടെ വീടും വരെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിറ്റ് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് നടന്നില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും 2.5 വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയാണ് റഹീം എന്നാണ് മനസ്സിലാകുന്നത്. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും ആകാതെ റഹീം ഇപ്പോൾ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉറ്റവരെ അവസാനം ഒന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ 23-കാരൻ അഫ്വാന്റെ അച്ഛൻ റഹീം. ഇഖാമ കാലാവധി തീർന്ന 2.5 വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയാണ് ഇദ്ദേഹം. റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫ്വാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അമ്മ പിന്മാറിയതും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് പ്രേരണയായെന്നാണ് മൊഴി. ഗൾഫിൽ പിതാവിന്റെ ബിസിനസ് തകർന്നതിനെ തുടർന്നാണ് സാമ്പത്തിക തകർച്ച ഉണ്ടായതെന്നും അതിൽ സഹായിക്കാൻ മുത്തശ്ശിയും പ്രതി സഹോദരനും ഒന്നും തന്നെ തയ്യാറായില്ല എന്നും അതിനവർ മടി കാണിച്ചുമെന്നും 13-കാരനായ സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നുമാണ് അഫ്വാൻ പറയുന്നത്. അഫ്വാന്റെ അമ്മ ഇപ്പോഴും ചികിത്സയിലാണ്. അമ്മ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ മാത്രമേ ഈ മൊഴിക്ക് വ്യക്തത വരികയുള്ളൂ. പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ തുടരന്വേഷണം നടത്തും. ബിസിനസ് തകർന്നതോടുകൂടി ഗൾഫിൽ വാപ്പ ജയിലിലാകുമെന്ന ഭയമെന്നാണ് അഫ്വാൻ പറയുന്നത്. അപമാന ഭയവും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും കൊടും ക്രൂരതയ്ക്ക് പ്രേരണയായി. ആത്മഹത്യയെ കുടുംബം തീരുമാനിച്ചിരുന്നതായാണ് ഇക്കാര്യം സുഹൃത്ത് ഈ ഫർസാനയെ അറിയിച്ചിരുന്നതായും അഫ്വാൻ വെളിപ്പെടുത്തി. കൂടെ വരണമെന്ന ഫർസാനയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കടം വീട്ടാൻ പ്രതി സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, മുത്തശ്ശി സൽമ ബീവി എന്നിവരോട് പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. താൻ മരിച്ചാൽ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുമെന്നും കടം നൽകിയവർ അവരെ വേട്ടയാടുമെന്നും ഭയന്നു. വിഷം കഴിച്ച് എല്ലാവരും ജീവനൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതിൽ നിന്ന് മാതാവ് ഷമി പിന്മാറിയത് തനിക്ക് സഹിക്കാനായില്ല എന്നും അഫ്വാൻ മൊഴി നൽകി. റഹീം നാട്ടിൽ വന്നിട്ട് 7 വർഷമാവുകയാണ്. ഇഖാമ കാലാവധി തീർന്നിട്ട് 2.5 വർഷമായി. മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നത് വരെ കാത്തിരിക്കുന്നേ പറ്റൂ. ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇഖാമ പുതുക്കി പിഴയടച്ച് യാത്രാ വിലക്ക് നീക്കണം, അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുമ്പിലെത്തിച്ച് ഡിപ്പോർട്ട് ചെയ്യണം. എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണഗതിയിൽ സമയമെടുക്കും. അതിനു മുമ്പേ നാട്ടിലെത്തിക്കാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമം. രേഖകൾ ശരിയാക്കാനാണെങ്കിൽ തന്നെ 3 വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് വലിയ പിഴ വരും. ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതീക്ഷ. വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. പിന്നീട് ദമാമിലേക്ക് മാറി. ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളും എല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായി വലിയൊരു പ്രതിസന്ധിയും ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ റഹീമിനെ സഹായിക്കാൻ യൂസഫ് അലിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനവധി ആളുകൾ കമന്റുകൾ പറയുന്നുണ്ട്. കമന്റായി ഒരു അപേക്ഷ പോലെയൊക്കെ തന്നെ ഓരോ വീഡിയോകളുടെ താഴെയും വരുന്നുണ്ട്. യൂസഫ് അലി, തങ്ങൾക്ക് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ കഴിയും. ഒരു ദിവസം ഉറ്റവരെ അവസാനമായി ഒന്ന് കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു പൊക്കോട്ടെ. താങ്കൾക്ക് കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് അറിയില്ല, പലതരത്തിലുള്ള നിയമ നടപടികൾ അന്യരാജ്യത്ത് പോകുമ്പോഴുള്ള നിയമ നടപടികൾ നമുക്കറിയാം. അത്തരം നിയമ നടപടികൾക്കൊക്കെ നൂലാമാലകളൊക്കെ തന്നെ അഴിഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ വരട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനൊന്ന് കയറി കണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം ഒരുപക്ഷെ ഷമി എന്ന മാതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടാൻ ഏറ്റവും വലിയ കാരണം കൂടിയാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഒരു അഭ്യർത്ഥന എന്നോളം അനവധി ആളുകളാണ് യൂസഫ് അലിയ, താങ്കൾക്ക് ഇതിന് കഴിയും, താങ്കളൊന്ന് ശ്രമിക്കണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഞെട്ടൽ മാറാതെ ഈ ലോകം നിൽക്കുകയാണ്, അങ്ങനെ നിലച്ച ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അദ്ദേഹം നാട്ടിലേക്ക് വരട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഇപ്പോൾ എല്ലാവരും നടത്തുന്നത്.
Podcast.